രേരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. രേരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചു. പരിപാടികളെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ആവേശത്തിലുമാണ്. സ്കൂൾ തലത്തിലും അതുപോലെ സബ് ജില്ലാ തലത്തിലും സംസ്ഥാന തലങ്ങളിലുമൊക്കെ നമുക്ക് കലാമേളകൾ സാധാരണ നടത്താറുണ്ട്. രേരീരം 2025 എന്ന പേരിട്ട പരിപാടി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോൺസൺ താരാമംഗലം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചു, ഈ കലാസന്ധ്യയിൽ നൃത്താവിഷ്കം അവതരിപ്പിച്ച നമ്മുടെ കുട്ടികൾ, ആ അവതരണം പഠിപ്പിച്ച നമ്മുടെ ടീച്ചർമാർ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കേരള സമൂഹത്തെ ഇവിടെ അവതരിപ്പിച്ചത്. നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണുക. ഒരു കേരളത്തിലെ മുഖ്യമായ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വെൽക്കം ഡാൻസ് അവതരിപ്പിക്കുക ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുകയാണ്. സിനിമാ സാങ്കേതിക പ്രവർത്തകനും മിമിക്രി കലാകാരനുമായ ബിജു പാറയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു. 7 ക്ലാസ്സിലാണ് ഞാനിവിടെ പഠിച്ചത്. ആ സമയത്ത് ഇവിടെ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ദിവസം മാത്രമാണ്. അഹമ്മദ് സാറ്, രവീന്ദ്ര മാഷൊക്കെയായിരുന്നു ഇൻചാർജുമാർ. വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയായിരുന്നു. ഇവിടെ ചുറ്റുമതിലൊന്നുമില്ല. 2 മുറികൾ മാത്രമാണ് ക്ലാസ് റൂമായിട്ട് കെട്ടിത്തിരിച്ചിരുന്നത്. 3ാമത്തെ മുറി ഓഫീസും സ്റ്റാഫ് റൂമും കൂടെയാണ്. പിന്നെ ഒരു അരഭിത്തിയുള്ള ഓടിട്ട ഒരു ചെറിയ ഷെഡ്. പിന്നെ ഉള്ളത് ഒരു ഓല ഷെഡ്, ഇവിടെ പുറകിൽ ഒരു ഓല ഷെഡ്. ഇതായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. ഓല കെട്ടിടം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. മുകളിൽ ഓല, സൈഡിൽ പനമ്പ് വെച്ചിട്ട് അതിൽ കരിയോയിലടിച്ച വശങ്ങൾ ഉള്ള ഒരു സ്കൂള്. ചാണകം മെഴുകിയിട്ടുണ്ട്. ചാണകം മെഴുകുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി PTO സംഘമൊന്നും ഇല്ല, കുട്ടികൾ തന്നെയാണ് മെഴുകുന്നത്. PTA പ്രസിഡന്റ് MA ജാബിർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ PTAയുടെയും ടീച്ചേഴ്സിൻ്റെയും നിസ്സീമമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇനിയും ഈ സ്കൂളിനെ ഉന്നതിയിലെത്തിക്കാൻ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. പിടിച്ചു പറ്റിയ ഒരു അക്കാദമിക പ്രവർത്തനമായിരുന്നു. ഹൈസ്കൂൾ തലത്തിൽ കുട്ടികളുടെ ശാസ്ത്ര അവബോധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ അധ്യാപക അവാർഡ് നേടിയ ശ്രീ MV സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്ര ശില്പശാല ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു അക്കാദമിക പ്രവർത്തനമായിരുന്നു. SMC ചെയർമാൻ PK ഹനീഫ, മദർ PTA പ്രസിഡന്റ് VM സമീറ, അനിൽ UD, KA ജോർജ്, VV അബ്ദുള്ള, PK ഷിനോജ്, EP രാജു, PV റീന വർഗീസ്, എഡ്വിൻ ജോസഫ്, പ്രധാന അധ്യാപിക P ഷൈമ, സീനിയർ അസിസ്റ്റന്റ് ജിജി കുര്യാക്കോസ്, S സുനിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ആരോഗ്യകരമായ ഭക്ഷണ രീതിയും അലസമായ ജീവിത രീതിയും ചേരുമ്പോൾ തീരെ പ്രതിരോധശേഷിയില്ലാത്ത ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.